ഹരിയെ മദ്യപാനിയാക്കിയത് അനുവാണെന്നാണോ ലക്ഷ്മി പറഞ്ഞു വരുന്നത്? അയ്യോ, ഒരിക്കലും അല്ല ടീച്ചർ. അക്കാര്യത്തിൽ അനുവിനെ 1% പോലും ഞാൻ കുറ്റം പറയില്ല. പറഞ്ഞു വന്നത് എല്ലാത്തിനും അടിസ്ഥാന കാരണമായി കിടക്കുന്നത് പരസ്പരമുള്ള അവരുടെ തെറ്റിദ്ധാരണയാണ്. അത് മാറ്റാനായാൽ അവരെ ഒന്നിപ്പിക്കുന്നതിൽ നമ്മൾ വിജയിക്കും. സത്യം പറയാലോ, എനിക്കോ ലക്ഷ്മിക്കോ അതിന് കഴിയുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. ലക്ഷ്മിയെ ഞാൻ നിരാശപ്പെടുത്തിയതൊന്നുമല്ല. അവളുടെ സ്വഭാവം എനിക്ക് അറിയാവുന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ. ഇങ്ങനൊരാളെ നീ അങ്ങ് മറന്നു അനു? അതെ, ലക്ഷ്മി വന്നിട്ട് കുറച്ചു നേരമായി. നിന്നെ വെയിറ്റ് ചെയ്തിരുന്നതാ. എന്നാ നിങ്ങൾ സംസാരിക്കുക, ഞാൻ പുറത്തുണ്ടാവും. നീ എന്താ ഒന്നും മിണ്ടാത്തത്? അതോ എന്നോടും പിണക്കമാണോ? എനിക്ക് ചിറ്റയോട് ഒരു പിണക്കവുമില്ല. മിണ്ടാത്തത് ഞാനായിട്ട് ചിറ്റയെ ഒരുപാട് സങ്കടപ്പെടുത്തുന്നു എന്ന് കുറ്റബോധം ഉള്ളതുകൊണ്ടാ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല മോളെ. നിന്റെ മനസ്സെനിക്ക് നന്നായിട്ട് മനസ്സിലാവും. നീ ഇന്നലെ ഹരിയെ ശരിക്കൊന്ന് പേടിപ്പിച്ചു അല്ലേ? അത്രയും വേണ്ടിയിരുന്നില്ല. അവനത് ശരിക്കും വിഷമമായി. അവന്റെ ഇപ്പോഴത്തെ രീതികളൊക്കെ അനുവിനറിയാലോ. ഇന്നലെ അങ്ങനെ പറഞ്ഞുകൊണ്ടായിരിക്കും പതിവിലും കൂടുതൽ കുടിച്ചിട്ടാ അവൻ വീട്ടിലേക്ക് വന്നത്. ഞാനും പേടിച്ചുപോയി. അപ്പോഴാ അവൻ ഈ കാര്യം പറഞ്ഞത്. കേട്ടപ്പോൾ എനിക്കും വിഷമമായി. എന്തിന്റെ പേരിലാണെങ്കിലും അത്രയ്ക്ക് വേണ്ടിയിരുന്നില്ല അനു. ചിറ്റ ഹരിസാറിന്റെ സങ്കടങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുള്ളൂ. എന്റെ സങ്കടം മനസ്സിലാക്കാൻ ആരുമില്ലാതെ പോവാ. ആരു പറഞ്ഞു? അവനും നീയും തമ്മിൽ എനിക്കൊരു വ്യത്യാസവുമില്ല. അവന്റെ മുന്നിൽ ഇപ്പോഴും നിന്റെ പക്ഷത്ത് നിന്നാ ഞാൻ സംസാരിക്കുന്നത്. അതൊരു സൗജന്യമൊന്നുമല്ല കേട്ടോ. നിന്റെ പക്ഷത്താ ശരിയെന്ന് എനിക്ക് ബോധ്യമുള്ളതുകൊണ്ടാ. അനു, നീ ഇങ്ങനെ മാറി നിന്നാ അവനെ ഒരിക്കലും നേർവഴിയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് കഴിയില്ല. നീ അവനേന്ന് അകന്ന് കഴിയുന്ന ഓരോ നിമിഷവും അവൻ നാശത്തിലേക്കാ പൊയ്ക്കൊണ്ടിരിക്കുന്നേ. അതൊക്കെ ചിറ്റയ്ക്ക് തോന്നുന്നതാ. ഞാൻ അടുത്തില്ലാത്തതാ സാറിനിപ്പ സൗകര്യം. ഇഷ്ടം പോലെ കുടിക്കാം, ഇഷ്ടമുള്ളിടത്ത് പോവാം, അങ്ങനെ എല്ലാം കൊണ്ട് സൗകര്യം. അവന്റെ സൗകര്യങ്ങളെക്കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. അവന്റെ അമ്മയുടെ സ്ഥാനത്ത് നിന്ന് ഞാൻ മോളോട് പറയുക, നീ തിരിച്ചു വരണം. നീ അവിടെ ഉണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ പഴയ ഹരിയെ തിരിച്ചു കിട്ടൂ. അതിനുവേണ്ടി നീ പറയുന്നതെന്തും ഞാൻ അവനെ കൊണ്ട് അതനുസരിപ്പിക്കാം. മോളെ, ഞാനല്ലേ വാക്ക് തരുന്നത്, നിനക്കെന്നെ വിശ്വസിക്കാം. തിരിച്ചു വരാനും സാറിനൊപ്പം ജീവിക്കാനും ഒക്കെ എനിക്ക് സമ്മതം വച്ചിട്ടെ. പക്ഷെ ഒറ്റ നിബന്ധന എനിക്കുള്ളൂ. മീര എന്ന പെൺകുട്ടിയുമായി ഹരിസാറിന് മേലിൽ ഒരു ബന്ധവും പാടില്ല. ഒരു തരത്തിലും എനിക്കത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. ശരി, ഞാൻ അവനോട് സംസാരിക്കാം, സമ്മതിപ്പിക്കാം. പക്ഷേ അനു എനിക്ക് വേണ്ടി ചില വിട്ടുവീഴ്ചകൾ ചെയ്യേണ്ടി വരും. ഇനി നിങ്ങൾ ഒരുമിച്ച് ജീവിക്കേണ്ടത് പഴയതുപോലെ സുഹൃത്തുക്കളായിട്ടാവരുത്. അവനിൽ എല്ലാ അധികാരവും അവകാശവുമുള്ള ഭാര്യയായിട്ടാവണം നീ ആ വീട്ടിലേക്ക് വരേണ്ടത്. അത് നീ സമ്മതിച്ചേ പറ്റൂ. എന്താ? എന്തു പറയുന്നു?
എന്തായി ലക്ഷ്മി, അവളെന്താ പറയുന്നേ? ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഹരിയും മീരയും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് അനുവിൻ്റെ പ്രധാന പ്രശ്നം. പിന്നെ ആ ഗോസിപ്പിൻ്റെ കാര്യത്തിൽ ഹരി അവളെ തെറ്റിദ്ധരിച്ചതിലുള്ള സങ്കടവും. ലക്ഷ്മി, അനു എൻ്റെ മകളായതുകൊണ്ട് അവളെ ഞാൻ ന്യായീകരിക്കുകയല്ല. അവള് ഹരിയുടെ കൂടെ ജീവിതം തുടങ്ങുന്നതിന് മുമ്പ് ലക്ഷ്മി ഹരിയും എനിക്കൊരു വാക്ക് തന്നിരുന്നു. ലക്ഷ്മി അത് മറന്നിട്ടില്ലെന്ന് തോന്നുന്നു. ആ വാക്ക് ഓർമ്മയുള്ളതുകൊണ്ടാണല്ലോ ടീച്ചറെ ഈ പ്രശ്നം പരിഹരിക്കാൻ വേണ്ടി എന്നാലാവും വിധം ഞാൻ ശ്രമിക്കുന്നത്. ഇപ്പോഴും അതേപ്പറ്റി ഞാൻ അനുവിനോട് സംസാരിച്ചതേ ഉള്ളൂ. തമ്മിൽ എപ്പോഴും ഉണ്ടായൊരു ചെറിയ തെറ്റിദ്ധാരണ, അത് വളർന്ന് ഇവിടം വരെ ആയത് ആരും അറിഞ്ഞില്ല. ഈ പറഞ്ഞ മീര എന്ന കുട്ടിയോട് ഹരിക്ക് ഇത്ര അറ്റാച്ച്മെന്റ് തോന്നേണ്ട ആവശ്യം എന്താ? ഇനിയിപ്പോൾ അഥവാ തോന്നിയാൽ തന്നെ അത് മറച്ചു വയ്ക്കേണ്ട ആവശ്യമുണ്ടോ ഹരിക്ക്? അങ്ങനെ നോക്കുമ്പോൾ അനു ഇങ്ങനൊരു നിലപാടെടുത്തതിൽ എങ്ങനെ തെറ്റു പറയാൻ പറ്റും ലക്ഷ്മി? അതുപോലെ തന്നെ ഡോക്ടർ രാധികയുടെ അടുത്ത് ആ കുട്ടിയെയും ഹരിയെ ഒരുമിച്ച് കണ്ടപ്പോൾ അത് അനുവിനെ എത്രമാത്രം ഹേർട്ട് ചെയ്തിട്ടുണ്ടാവും. വാരികയിൽ വന്ന ഗോസിപ്പിനും ഹരി സംശയിച്ചത് അവളെ തന്നെയല്ലേ? പിന്നെ എങ്ങനെയാ ലക്ഷ്മി അവൾ ഈ വാശി കാണിക്കാതിരിക്കുന്നേ? ഹരിയെ മാത്രം വിശ്വസിച്ച് കൂടെ ജീവിക്കാൻ തിരിച്ചൊരു പെണ്ണിനോട് ഇങ്ങനെയൊന്നും ആയിരുന്നില്ല ഹരി പെരുമാറേണ്ടിയിരുന്നത്. ടീച്ചർ പറയുന്നതൊക്കെ തികച്ചും ശരിയാ. ന്യായം അനുവിൻ്റെ പക്ഷത്ത് തന്നെയാ. പക്ഷെ അവൾ അതിനോട് റിയാക്ട് ചെയ്ത രീതിയാണ് പ്രശ്നം. ഇങ്ങനൊരു എടുത്തിയാട്ടം അവളുടെ ഭാഗത്തുനിന്ന് ഞാൻ തീരെ പ്രതീക്ഷിച്ചില്ല. ചെറുപ്പം മുതലേ അവളുടെ രീതി അങ്ങനെയാ ലക്ഷ്മി. എല്ലാ കാര്യങ്ങളെയും വളരെ ഇമോഷണലായിട്ടാണ് അവൾ എടുക്കുന്നത്. ഏതായാലും അനുവിനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അവളുടെ ഡിമാൻഡ്സ് ഞാൻ ഹരിയോടും സംസാരിക്കാം. അവനെ കൊണ്ട് അത് സമ്മതിപ്പിക്കാൻ ഞാൻ എൻ്റെ മാക്സിമം ശ്രമിക്കാം. പിന്നെ കൂട്ടത്തിൽ ഒരു കാര്യം കൂടി ഞാൻ അനുവിനോട് സംസാരിച്ചു. അവൾ പറയുന്ന എല്ലാ ഡിമാൻഡ്സും ഹരി അംഗീകരിക്കാൻ തയ്യാറാവുകയാണെങ്കിൽ അനുവും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാവേണ്ടി വരും. ഈ ലിവിങ് ടുഗെദർ സെറ്റപ്പിന് ഒരു അവസാനം വേണ്ടേ ടീച്ചറെ? ഏതെങ്കിലും ഒരു അമ്പലത്തിൽ വെച്ച് ഹരി അവളുടെ കഴുത്തിൽ താലി കെട്ടട്ടെ. നിയമപരമായി അവരുടെ കല്യാണം രജിസ്റ്റർ ചെയ്യുകയും വേണം. അതിന് അനു സമ്മതിക്കോ? സമ്മതമായിട്ടൊന്നും പറഞ്ഞില്ല, എങ്കിലും മറുത്തൊന്നും പറഞ്ഞുമില്ല. ആ മൗനം നമുക്ക് സമ്മതമായിട്ട് എടുക്കാം, പോരെ? ലക്ഷ്മി വിചാരിക്കും പോലെ നടക്കുമെങ്കിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. എല്ലാം നല്ലതിനു വേണ്ടിയാണെന്ന് കരുതാൻ ടീച്ചറെ. ഞാനെന്തായാലും ഹരിയോടൊന്ന് സംസാരിക്കട്ടെ. അവൻ്റെ നിലപാടും കൂടെ അറിയണമല്ലോ. എന്നിട്ട് ഞാൻ ടീച്ചറിനെ വിളിക്കാം. എല്ലാം നമ്മൾ വിചാരിച്ച പോലെ വരികയാണെങ്കിൽ നാളെ തന്നെ അവരുടെ വിവാഹം നടത്തണം. അതിനുള്ള തയ്യാറെടുപ്പിലാവും ഞങ്ങൾ വരുന്നത്. ടീച്ചർ ഇക്കാര്യം അവളോടൊന്ന് സൂചിപ്പിക്കണം. എന്നാ ഞാൻ ഇറങ്ങട്ടെ. ഹരിയോട് സംസാരിച്ചിട്ട് ഞാൻ ടീച്ചറിനെ വിളിക്കാം. ശരി ശരി. ടീച്ചർ ഞങ്ങളെ കാത്തു നിൽക്കായിരുന്നോ? അതെ. എന്താ ലേറ്റ് ആയത്? വഴിയിൽ ചെറിയൊരു ബ്ലോക്ക് ഉണ്ടായിരുന്നു. അനു അവൾ അകത്തുണ്ട്. വാ വാ. ഇരിക്കുക. നമ്മൾ ഇന്നലെ പറഞ്ഞ കാര്യം ടീച്ചർ അനുവിനോട് സംസാരിച്ചോ? അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറഞ്ഞില്ല. ഹരിയും ലക്ഷ്മിയും ഇങ്ങനൊരു കാര്യം ആഗ്രഹിക്കുന്നുണ്ടെന്ന് പറഞ്ഞു. എന്തായിരുന്നു അനുവിന്റെ റിയാക്ഷൻ? പ്രത്യേകിച്ചൊന്നും പറഞ്ഞില്ല. ഇന്നലെ ലക്ഷ്മി ഈ കാര്യം അവളോട് പറഞ്ഞപ്പോൾ അവളൊന്നും പറഞ്ഞില്ലല്ലോ. അതുപോലെയായിരുന്നു എന്നോടും.
അപ്പോൾ അവൾക്കും അത് സമ്മതമാണെന്ന് അർത്ഥം അല്ലേ? അല്ലെങ്കിൽ പിന്നെ ടീച്ചറിനോടെങ്കിലും അവൾ ഒബ്ജക്ഷൻ പറഞ്ഞേനെ അല്ലേ ഹരി? നിങ്ങൾ വന്നത് അവൾ അറിഞ്ഞിട്ടുണ്ടാവില്ല. ഞാൻ വിളിക്കാം. ആ വരട്ടെ ടീച്ചറെ. അതിനു മുന്നേ ഹരി ഒന്ന് തനിച്ചുപോയി അവളോട് സംസാരിക്കട്ടെ. ഏയ് വേണ്ട ചേട്ടേ, അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ആവശ്യമുണ്ട്. ഇവിടെ നമ്മളുടെ പ്രസൻസിൽ സംസാരിക്കാൻ ബുദ്ധിമുട്ടുള്ള പലതും അവളുടെ മനസ്സിലുണ്ട്. അതൊന്ന് സംസാരിച്ച് ക്ലിയർ ചെയ്യ്. ചെല്ല, അവളെ കണ്ടിട്ട് വാ. ചെല്ലടാ. ആദ്യം ഇങ്ങനെ ഒരു മഞ്ഞുരുക്കം ആവശ്യമോ ടീച്ചറെ? അത് കഴിഞ്ഞ് നമുക്ക് 3 പേർക്കും കൂടി അവളോട് കാര്യങ്ങൾ സംസാരിക്കാം. പിന്നെ താലിയും പുടവയൊക്കെ കാറിലിരിപ്പുണ്ട്. ടീച്ചറും കൂടെ നമ്മുടെ ഒപ്പം വരണം കേട്ടോ. സാറും ചിറ്റയും ഇന്ന് വരുമെന്ന് മമ്മി പറഞ്ഞിരുന്നു. ഞങ്ങൾ വന്നത് എന്തിനാണെന്ന് അനുവിന് മനസ്സിലായോ? ഒത്തുതീർപ്പാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. ആ ഉടമ്പടിയിൽ നമ്മൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും സാറിന്റെ ജീവിതത്തിലേക്ക് ഒരു എൻട്രി പാസ് കിട്ടും. പക്ഷെ അപ്പോഴും ഒരു പ്രശ്നം ബാക്കി നിൽക്കുന്നുണ്ട്. ഇപ്പൊ കിട്ടുന്ന ഈ പ്രവേശന പാസിന്റെ വാലിഡിറ്റി എത്ര നാളത്തേക്കുണ്ടാകും സർ? 1 മാസം? അതോ 1 ഇയർ ഗ്യാരണ്ടിയോ? വീണ്ടും പിണങ്ങിപ്പിരിയൽ, വീട് വിട്ടിറങ്ങൽ, സമാധാന ചർച്ച, ഒത്തുതീർപ്പ് ഉടമ്പടി, അങ്ങനെയുള്ള കലാപരിപാടികൾ റിപ്പീറ്റ് ചെയ്യില്ലേ? 1 2 പ്രാവശ്യത്തേക്ക് നമ്മൾ ഉൾപ്പെടെ എല്ലാവരും അതൊക്കെ അതിന്റെ സ്പിരിറ്റിലെടുത്തെന്നിരിക്കും. അത് കഴിഞ്ഞുള്ള റിപ്പീറ്റേഷൻ അത് ബോറാവും. ഇതൊക്കെ തന്നെ ആവർത്തിക്കാവുന്ന അനുവിന് നിർബന്ധമൊന്നുമില്ലല്ലോ. പരസ്പരമുള്ള തെറ്റിദ്ധാരണകൾ പറഞ്ഞു തീർക്കാനായാൽ ഇനിയങ്ങോട്ട് പ്രശ്നങ്ങളുണ്ടാകാനുള്ള സാധ്യത വളരെ കുറവാ. സാധ്യത കുറവാണെന്നേ ഉള്ളൂ. അതിനെ 0 ചാൻസ് എന്ന് തറപ്പിച്ചു പറയാൻ പറ്റില്ലല്ലോ. പോരാത്തതിന് ഹരിനന്ദന് ഇപ്പൊ ഒരു പുതിയ ചങ്ങാതിയെ കൂടി കൂട്ടിന് കിട്ടിയിട്ടുണ്ടെന്നാ ഞാൻ മനസ്സിലാക്കുന്നത്. മദ്യം എന്താ ശരിയല്ലേ? എല്ലാം മറക്കാൻ, അല്ലെങ്കിൽ മനസ്സിന് ബലം കിട്ടാൻ, അതും അല്ലെങ്കിൽ ആൾക്കാരെ അഭിമുഖീകരിക്കാൻ, അങ്ങനെ പല കാര്യങ്ങൾക്കും ഈ പറയുന്ന ഐറ്റം ഒരു ഒറ്റമൂലിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതൊക്കെ സത്യമാണെങ്കിൽ ഹരിനന്ദൻ മാത്രമല്ല, മധുമതിയും മകൾ അനുരാധയും അവളുടെ പപ്പ ശിവശങ്കർ മേനോനും ഒക്കെ ഇന്നാട്ടിലെ എണ്ണം പറഞ്ഞ മദ്യപാനികളായേനെ. കാരണം അവരനുഭവിച്ചതിന്റെ 4-1 പ്രഷർ പോലും ഈ പറഞ്ഞ ഹരിനന്ദന് അനുഭവിക്കേണ്ടി വന്നിട്ടില്ല. എന്നിട്ടും സാർ ഒരു മദ്യപാനിയായി സ്വയം ഡീഗ്രേഡ് ചെയ്യപ്പെട്ടു. വിലയും നിലയും മറന്ന് സൊസൈറ്റിയുടെ മുന്നിൽ ഒരു സ്വയം പ്രഖ്യാപിത കോമാളിയായി. അങ്ങനെയുള്ള ഒരാളുടെ കൂടെ ജീവിതമെന്ന് പറഞ്ഞ് വീണ്ടും ഇറങ്ങിത്തിരിക്കുമ്പോ ഇനിയും പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ലെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റുമോ നമുക്ക്? പരിഹസിക്കലാണെങ്കിലും അനു പറയുന്നതൊരു യാഥാർത്ഥ്യമാണ്. ഒരിക്കലും മദ്യത്തിൽ അഭയം പ്രാപിക്കണമെന്ന് വിചാരിച്ച ഒരാളല്ല ഞാൻ. പക്ഷെ എങ്ങനെയോ അത് സംഭവിച്ചു പോയി. ഒരർത്ഥത്തിൽ അതൊരു സെൽഫ് ടോർച്ചർ തന്നെയായിരുന്നു എനിക്ക്. പക്ഷെ ജീവിതം തിരികെ കിട്ടുമെന്ന് ഉറപ്പായാൽ ആ കെണിയിൽ നിന്ന് എനിക്ക് പുറത്തു വരാവുന്നതേ ഉള്ളൂ. അനുവിൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കുമ്പോൾ ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല ഞാൻ. ഇനി ഒരിക്കലും മദ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. അനുവിൻ്റെ മുമ്പിൽ ഇപ്പം നിൽക്കുമ്പോൾ ഒരു തുള്ളി പോലും മദ്യപിച്ചിട്ടില്ല ഞാൻ. ഇനി ഒരിക്കലും മദ്യം എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുമില്ല. എനിക്ക് വിശ്വാസമാണ്. എഴുത്തിന്റെ ലഹരി പോലെ മറ്റൊരു ലഹരിയും സാറിന്റെ ഒബ്സഷൻ അല്ലെന്ന് എനിക്കറിയാം. പക്ഷെ ഇനിയുള്ള സാറിന്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവാൻ പാടില്ലാത്ത ഒന്നുകൂടിയുണ്ട്. അതിനെപ്പറ്റി എന്താ സാറിന്റെ നിലപാട്? എന്റെ ചോദ്യം
മീരയെക്കുറിച്ച്. അവളുടെ കാര്യത്തിൽ ഇപ്പോഴും അനുവന്ദൻ എങ്ങനെ വാശി പിടിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എന്റെ മനസ്സിൽ മീരയ്ക്കുള്ള സ്ഥാനം എന്താണെന്ന് അനുവിന് വ്യക്തമായിട്ട് അറിയാം. എന്നിട്ടും അതെ, എന്നിട്ടും ഞാൻ വാശി പിടിക്കുന്നു. മീര നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് തന്നെ. കാരണം പറയേണ്ടി വന്നാ അത് സാറിന് ബുദ്ധിമുട്ടാവും. പിന്നെ വേണ്ടെന്ന് വെച്ച മദ്യത്തെ വീണ്ടും മുറുകെ പിടിക്കേണ്ടി വരും. ഞാനായിട്ട് അതിന് അവസരം ഒരുക്കുന്നില്ല. നോ, ഇതൊരു വാശിയാ. താൻ പിടിക്കുന്നതും ജയിക്കണമെന്ന് മാത്രം വിചാരിക്കുന്ന ഒരു സാധാരണ പെണ്ണിന്റെ വാശി. അതെ, വാശി തന്നെയാണെന്ന് കൂട്ടിക്കോളൂ. അത് നിങ്ങളുടെ മാത്രം കുത്തകയൊന്നും അല്ലല്ലോ. ഒരിക്കലും ഒഴിവാക്കാൻ പറ്റാത്ത വിധം മീര നിങ്ങളുടെ ആരാ. ഞാൻ അവളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. ഇന്നത്തെ ഈ നിലയിലേക്ക് അവൾ വളർന്നെങ്കിൽ അതിന് നിങ്ങളെക്കാൾ നന്ദി കാണിക്കേണ്ടത് അവൾ എന്നോടാ. ഇപ്പോ എനിക്ക് തോന്നാത്ത ഒരു സെന്റിമെന്റ്സും നിങ്ങൾക്ക് അവളോട് തോന്നേണ്ട ആവശ്യമില്ല. അവളുടെ ഫ്യൂച്ചർ എങ്ങനെയായി തീർന്നാലും അത് നിങ്ങളെ ബോധർ ചെയ്യുന്ന പ്രശ്നമല്ല. എന്നിട്ട് നിങ്ങൾ പറയുന്നു അവളെ ഒഴിവാക്കാൻ പറ്റില്ലെന്ന്. അവള് നിങ്ങളുടെ കുഞ്ഞു അനിയത്തിയാണെന്ന്. ഇതുവരെ ഇല്ലാത്തൊരു അനിയത്തി ഇപ്പൊ എവിടെന്നാ പൊട്ടിമുളച്ചത്? അതൊരു യഥാർത്ഥ സ്നേഹമൊന്നും അല്ല, ഒരു സൗകര്യമാ. എല്ലാ പുരുഷന്മാരും സ്വകാര്യമായി മനസ്സിൽ കൊണ്ടു നടക്കുന്ന ഒരു മറ. അതാ നിങ്ങളുടെയും ലക്ഷ്യം. തരം കിട്ടിയാൽ ഏത് ഹരിനന്ദനും ഒരു നിമിഷം കൊണ്ട് സത്യപ്രകാശാകും. ഇനി ഒരു അക്ഷരം സംസാരിച്ചു പോരുത്. ഇതെന്റെ വീടാ. വിലക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല സർ. ക്ഷോഭിച്ചു പോയോ? അതുകൊണ്ടാ സർ മീരെ ഒഴിവാക്കേണ്ട കാരണം പറഞ്ഞാ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടായിരിക്കും ഞാൻ പറഞ്ഞത്. മതിയാക്കാം. മനസ്സിലിരിപ്പ് വ്യക്തമായ സ്ഥിതിക്ക് ഇതിവിടം കൊണ്ട് അവസാനിപ്പിക്കാം. ഇത്രയും വിഷലിപ്തമായ മനസ്സുള്ളൊരു പെണ്ണായി പോയിലൊരു നീ. നിന്നെ ആ ജീവിതത്തിലെ കൊപ്പം കുട്ടിയെന്ന് ആലോചിക്കുമ്പോ ഇന്നിപ്പോ എനിക്ക് എന്നോട് തന്നെ അറപ്പ് തോന്നുക. നീ ഒന്ന് പറഞ്ഞില്ലേ നിന്റെ കുഞ്ഞിനെ നശിപ്പിക്കണമെന്ന്? വൈകിട്ടില്ലെങ്കിൽ അതുടനെ വേണം. എനിക്കതിൽ ഒരു വിഷമം തോന്നില്ല. ഇത്രയും മനോവൈകല്യമുള്ള ഒരു അമ്മയുടെ കുഞ്ഞായിട്ട് ആ കുഞ്ഞ് ജനിക്കാതിരിക്കുന്നതാ നല്ലത്. ചിറ്റവാ, നമുക്ക് പോവാം. പോവാനോ? അനു വരുന്നില്ലേ? ഇല്ല ചേട്ടാ, ഒന്നും ശരിയാവത്തില്ല. ചിറ്റവാ, നമുക്ക് പോവാം. നീ എന്താ ഇങ്ങനെ? അവളെ കൊണ്ടുപോകാനല്ലേ നമ്മള് വന്നത്? പിന്നെന്താ പറ്റിയത്? ഓ, രണ്ടുപേരും തമ്മിൽ വീണ്ടും പിണങ്ങിയോ? എന്താ ഹരി, എന്താ ഉണ്ടായത്? അതെ, ടീച്ചറെ ഒന്ന് മോളോട് ചോദിച്ചു നോക്ക്, അവളുടെ മനസ്സിലിപ്പോ എന്താണെന്ന് അറിയാൻ. ഹരി, എന്താ കാര്യം പറയേ? ഇനി അതിൽ അറിയാനും പറയാനും ഒന്നുമില്ല. ഞാൻ പരിചയപ്പെട്ട അനുരാധ അല്ല അവള്. ഇപ്പൊ എനിക്ക് യാതൊരു പരിചയമില്ലാത്ത ഏതോ ഒരുവൾ. അങ്ങനെ ഒരാളെ എനിക്ക് ആവശ്യമൊന്നുമില്ല. ആ പിന്നെ ടീച്ചറെ, ഇങ്ങനെ പിരിയേണ്ടി വരുന്നതിൽ എനിക്ക് നല്ല വിഷമമുണ്ട്. ഇതൊന്നും ആയിരുന്നില്ല ഞാൻ ആഗ്രഹിച്ചത്. പിന്നെ ഒരു കാര്യം പറയുന്നുണ്ട്, ടീച്ചർക്കൊന്നും തോന്നരുത്. മോളെ ഏതെങ്കിലും ഒരു നല്ല സൈക്കാട്രിസ്റ്റിനെ കാണിക്കുന്നത് നല്ലതായിരിക്കും. ഹരി, സമനിലയുള്ളവരുടെ കൂട്ടത്തിലല്ല അവളുടെ ചിന്തയും പ്രവൃത്തിയൊക്കെ. പിന്നെ തുടക്കത്തിലെ ആയാൽ ചിലപ്പോൾ ഒരു നല്ല കൗൺസിലിംഗ് കൊണ്ടൊക്കെ മാറുമായിരിക്കും. എടാ, ഞാൻ അവളെ ഒന്ന് കാണട്ടെ. ചിറ്റേ, ഇങ്ങോട്ട് വാ. അവിടെ ഇനി അവളെ ആരും കാണാനൊന്നും പോകുന്നില്ല. വാ, നമുക്ക് പോവാം. ടീച്ചറെ ഒരു കാര്യം ചെയ്യണം, മോളോടൊന്ന് പറഞ്ഞേക്കണം. ഇനി അവളെ അന്വേഷിച്ച് ഹരിനന്ദനോ അയാളുടെ ബന്ധുക്കളോ ആരും വരില്ല. ചിറ്റവാ. ഹരി, ലക്ഷ്മി, അനു, ആ അധ്യായം അങ്ങനെ കഴിഞ്ഞു അല്ലേ മമ്മി? ഇനി ഹരി ലക്ഷ്മി എവിടേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. വരണ്ട, അത് തന്നെയാ നല്ലത്. കുഞ്ഞിനെ വേണ്ടെന്ന് വെച്ചോളം പറഞ്ഞിട്ടാ ഹരിനന്ദൻ സാർ പോയത്. മാനസിക രോഗിയായ അമ്മ പ്രസവിച്ചതായതുകൊണ്ട്
ആ കുഞ്ഞിനെ ഇനി അയാള് തേടി വരില്ല. അനുരാധയുടെ മാത്രം കുഞ്ഞായി അത് വളരും. മതി, അങ്ങനെ മതി. ഒപ്പം ജീവിക്കാൻ ഒരു രേഖകളും ഇല്ലാതെ, ഒരു അവകാശങ്ങളും ഇല്ലാതെ തയ്യാറായ ഒരു പെണ്ണിനോട് പുലർത്തേണ്ട നീതി എന്തുകൊണ്ട് ഹരിനന്ദൻ എന്നോട് കാണിക്കുന്നില്ല?